അനാർ ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു കപ്പ് അനാറിൻ്റെ സീഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് അനാർ എടുക്കാം. ഞാനിപ്പോൾ 2 വലിയ ഗ്ലാസ്സിനുള്ള അളവാണ് പറയുന്നത്. അപ്പോൾ നന്നായിട്ട് തന്നെ ഇതിൻ്റെ ആ വൈറ്റ് കളറുള്ള ഭാഗങ്ങളെല്ലാം ഒഴിവാക്കിയിട്ട് സീഡ് മാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 4 ടീസ്പൂണോളം പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഞാൻ വാനില ഐസ്ക്രീമും കൂടി ചേർക്കുന്നുണ്ട്, അതുകൊണ്ടാണ് പഞ്ചസാരയുടെ അളവ് കുറച്ചത്. വാനില ഐസ്ക്രീം വേണമെന്ന് നിർബന്ധമില്ല, കയ്യിലുണ്ടെങ്കിൽ ഒരു സ്കൂപ്പ് ചേർത്ത് കൊടുത്തോ. പിന്നെ ചേർക്കുന്നില്ലെങ്കിൽ അതിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഒരു സ്കൂപ്പ് വാനില ഐസ്ക്രീം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഐസ് ക്യൂബ്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കണം. പാല് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പാലിന് പകരം നിങ്ങൾക്ക് ഈ പാല് തന്നെ ഐസ് ക്യൂബ്സ് ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് നല്ലോണം കട്ടിയാക്കി എടുത്തിട്ട് അത് ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ ഈ ജ്യൂസ് നല്ല കട്ടിയായിരിക്കും. ഒരു ഷേക്കിൻ്റെ ഒക്കെ ആ ഒരു ടെക്സ്ചറാണ് ഉണ്ടാവുക. ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ പാല് തന്നെ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഞാനിനി 4 ടേബിൾ സ്പൂണോളം തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൈരാണ് ഈ ഒരു ജ്യൂസിൻ്റെ ഹൈലൈറ്റ്. തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പം പലരും ചോദിക്കും ഇത് ടേസ്റ്റ് ഉണ്ടാവുമോ, നല്ല പുളി ഉണ്ടാവില്ലേന്ന്. പക്ഷേ ഈ ഒരു തൈരും അനാറ് കൂടി ചേരുമ്പം ബ്ലൂബെറിയുടെ ഒക്കെ നല്ലൊരു ടേസ്റ്റാണ് കിട്ടുന്നത്. ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം. ഇതിലേക്ക് നമുക്കിനി 1 ടീസ്പൂണോളം വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും മതി. ഇതിലേക്ക് ഞാൻ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുത്തിനല്ലോ. ഇനി നമുക്ക് മിക്സി അടച്ച് വെച്ചിട്ട് ഇത് നന്നായിട്ട് തന്നെ അടിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ ജ്യൂസ് നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കുന്നുണ്ട്, എന്നിട്ടാണ് ഞാൻ സെർവ് ചെയ്തെടുക്കുന്നത്. അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കണം നിർബന്ധമില്ല, പക്ഷെ ആ ഒരു അനാറിൻ്റെ സീഡിൻ്റെ ഒരു വെള്ള കളറുള്ള ഒരു സംഭവം നമ്മളിത് കുടിക്കുമ്പോൾ കടിക്കാൻ കിട്ടും. അപ്പോൾ അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഞാൻ അതിന് ശേഷമാണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.